ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ കാലാവസ്ഥാ വിദഗ്ധൻ ഡോക്ടർ വിജയകുമാർ കൂടെ ചേരുന്നുണ്ട്. സർ നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇന്ന് എല്ലാ ജില്ലകളിലും അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൺസൂൺ കനക്കുകയാണോ? നിലവിൽ നമുക്ക് ബംഗാൾ ഉൾക്കടലിന്റെ വടക്കേ ഭാഗത്ത് രൂപം കൊണ്ടിട്ടുള്ള ന്യൂനമർദ്ദം അതൊരു വ്യക്തമായ ഒരു വെൽമാർക്ക്ഡ് ലോ പ്രഷർ സിസ്റ്റം എന്ന് പറയും. ആ ലെവലിലേക്ക് ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടി ശക്തി പ്രാപിച്ച് ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരം സംഭവങ്ങൾ, പിന്നെ ഒരു ഓഫ് ഷോർ ട്രഫ് ഉണ്ട് നമുക്ക് മഹാരാഷ്ട്ര തീരം മുതൽ കർണാടക തീരം വരെ. അത്തരം ഒക്കെയുള്ള വെതർ സിസ്റ്റത്തിന്റെ ആനുകൂല്യത്തിൽ കേരളത്തിൽ മഴ അടുത്ത 5-6 ദിവസം കൂടി തുടരാനാണ് സാധ്യത. വടക്കൻ ജില്ലകളിലെല്ലാം ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട് പോലുള്ള മലയോര മേഖലകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം പറയുന്നുണ്ട്. എത്രത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്? നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് ഈ ബംഗാൾ ഉൾക്കടലിലും ഒക്കെ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദങ്ങളുടെ മൂവ്മെന്റിന്റെ അതെങ്ങനെയാണ് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറൻ തീരത്തെ കാറ്റിന്റെ ശക്തിയും അതിന്റെ ഡയറക്ഷനും അത് ചില സമയത്ത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴപ്പെയ്ത്തിന് കാരണമാക്കും. അതേസമയം തെക്കൻ ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം പോലത്തെ ജില്ലകളിൽ പൊതുവിൽ നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ സമയത്ത് മഴ വടക്കൻ കേരളത്തെ അപേക്ഷിച്ച് കുറവാണ്. മാത്രമല്ല അവിടെ ഈ കാറ്റ് ഇങ്ങനെ ഈ പെനിൻസുലാർ ഇന്ത്യയെ ചുറ്റി വളഞ്ഞ് സഞ്ചരിക്കുമെങ്കിൽ വടക്കൻ കേരളത്തെ പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിൽ ഈ പറയുന്ന കാറ്റ് ശക്തമായി നേരിട്ട് വന്ന് ഈ പശ്ചിമഘട്ട മലനിരകളിൽ അടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശക്തമായിട്ടുള്ള മഴ വളരെ കുറഞ്ഞ സമയം കൊണ്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുള്ളത്. ഇപ്പൊ നമുക്ക് വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് അത് ഈ കുറച്ച് വർഷങ്ങളായിട്ട് ആ പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴയുടെ തീവ്രത കൂടി വരുന്നതായിട്ടും പഠനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ഈ ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിപ്രഷൻ രൂപപ്പെട്ടിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ മഴ പ്രതീക്ഷിക്കേണ്ടതാണ്. വടക്കൻ കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ, ഒക്കേഷണലി നല്ല ശക്തമായ കാറ്റ്, അതോട് ഒപ്പം തന്നെ ഇടിമിന്നൽ മുതലായിട്ടുള്ള സാധ്യതകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണേണ്ടതാണ്. സാർ പറഞ്ഞ പോലെ ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവും പടിഞ്ഞാറൻ തീരത്തെ കാറ്റിന്റെ വ്യതിയാനങ്ങളുമാണ് ഇപ്പോൾ മഴ കനക്കാൻ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ജൂണിൽ ചതിച്ച മഴ ജൂലൈ, ഓഗസ്റ്റിലേക്ക് പെയ്യാൻ സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് കർക്കിടക മാസമല്ലേ വരാൻ പോകുന്നത്. കേരളത്തില് ഇന്നത്തെ കണക്കനുസരിച്ച് 27% മഴ കുറവാണ്. അപ്പൊ മഴ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മഴ പെയ്തേ തീരൂ. കേരളത്തിൽ മഴ മിക്കവാറും എല്ലാ ജില്ലകളിലും, കുറെ ജില്ലകളിൽ തന്നെ മഴയുടെ കുറവുണ്ട്. അപ്പോൾ സാധാരണ ജൂണില് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ജൂണില് മഴ കുറയുകയും ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് അതിന് പകരമായിട്ട് കൂടുതൽ മഴ കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു അവസ്ഥയിൽ മൺസൂൺ കൂടുതൽ വടക്കോട്ട് വ്യാപിച്ച ഇന്ത്യ മിക്കവാറും ഈ 8-ാം തീയതിയോട് കൂടിയിട്ട് രാജസ്ഥാൻ മരുഭൂമിയുടെ എക്സ്ട്രീം വടക്ക് ഭാഗം വരെ മൺസൂൺ കറണ്ട് എത്തിച്ചേരും. പിന്നെ മൺസൂണിന് എപ്പോഴുള്ള ഒരു സ്വഭാവം അതിന് സജീവമായ കാലഘട്ടവും നിർജീവമായ കാലഘട്ടവും ഉണ്ട്. ഇടയ്ക്ക് ഈ മൺസൂൺ ട്രഫ് ഹിമാലയൻ തീരത്തേക്ക് നീങ്ങുമ്പോൾ അതിനനുസരിച്ച് മൊത്തം ഒരു ബ്രേക്ക് കണ്ടീഷൻ വരും. അപ്പോൾ ഒരു 6-7 ദിവസം മഴ പൊതുവെ കുറവായിരിക്കും. അതിനുശേഷം പിന്നെ വീണ്ടും ഈ മൺസൂൺ ട്രഫിന്റെ ഒരു ന്യൂനമർദ്ദ പാത്തിയുണ്ട്. ഈ മറ്റേ വടക്കൻ ഇന്ത്യയുടെ ഗംഗ സമതല പ്രദേശങ്ങളിലായിട്ട് ഉള്ള ഒരു മൺസൂൺ ട്രഫ് ന്യൂനമർദ്ദ പാത്തിയുണ്ട്. അതാണ് മൺസൂണിന്റെ ശക്തിയെ നിയന്ത്രിക്കുന്ന പ്രധാന ഒരു ഘടകം. അപ്പൊ അത് കൂടുതൽ തെക്കോട്ട് വ്യാപിക്കുമ്പോൾ അത് സെൻട്രൽ ഇന്ത്യയുടെ മധ്യഭാഗത്തേക്ക് വരുമ്പോൾ മൊത്തം മൺസൂൺ കറന്റ് ശക്തമാവുകയും കൂടുതൽ സ്ഥലങ്ങളിൽ വ്യാപകമായ മഴ കിട്ടുകയും ചെയ്യും. അതേസമയം ഈ ഒരു മൺസൂൺ ട്രഫ് വടക്കോട്ട് നീങ്ങി ഈ ഹിമാലയൻ ഫുട് ഹിൽസിലേക്ക് പോകുമ്പോഴാണ് ഇതൊരു വീക്ക് കണ്ടീഷൻ ആവുന്നത്. അപ്പൊ ഈ ആക്റ്റീവും ബ്രേക്കും കണ്ടീഷൻസ് നമുക്ക് ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഈ മൺസൂൺ സമയം സെപ്റ്റംബർ വരെയുള്ള സമയത്ത് ചില ദിവസങ്ങളിൽ ശക്തമായ മഴയും ചില ദിവസങ്ങളിൽ മഴ കുറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന സജീവ കാലഘട്ടവും നിർജീവ കാലഘട്ടവും പ്രതീക്ഷിക്കേണ്ടതാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഈ മൺസൂൺ എൽനിനോയാൽ സ്വാധീനിക്കപ്പെടുന്നു നെഗറ്റീവായിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് പൊതുവെ എല്ലാ വർഷവും കിട്ടുന്ന അത്രയും ആക്റ്റീവ് പീരീഡ്സ് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ജൂണിൽ നമുക്ക് അത്രയും ആക്റ്റീവ് കുറവായിരുന്നു. ഇനിയിപ്പോൾ ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ് മെയിൻ
മൺസൂൺ മാസങ്ങൾ, പ്രത്യേകിച്ച് സെൻട്രൽ ഇന്ത്യ, വടക്കൻ ഇന്ത്യ ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ സജീവ പിരീഡ് കൂടി നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് മഴ പ്രതീക്ഷിക്കാവൂ. പക്ഷേ അത്തരം സാധ്യത എൽനിനോ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത്തരം സാധ്യത കുറവായിരിക്കും. അപ്പൊ നമുക്ക് പൊതുവെ ഓൾ ഇന്ത്യ മഴ കുറയുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.